വിനീതമായ നമസ്കാരം. ഒന്ന് എങ്ങോട്ട് തിരിഞ്ഞിരിക്കണം? പൊതുവെ സുമംഗരികളായ സ്ത്രീകൾ കിഴക്കോട്ടാണ് ഇരിക്കുന്നത്, ബാക്കി എല്ലാവരും തെക്കോട്ടാണ് ഇരിക്കേണ്ടത്. കേട്ടോ, സുമംഗരി വിവാഹം കഴിഞ്ഞ് ഭർത്താവ് ഉള്ള സ്ത്രീകൾ കിഴക്കോട്ടാണ് തിരിഞ്ഞതൊക്കെ ചെയ്യേണ്ടത്, ബാക്കി എല്ലാവരും തെക്കോട്ടാണ് ചെയ്യേണ്ടത്. പുരുഷന്മാരും വിധവകളായ സ്ത്രീകൾ എല്ലാവരും തെക്കോട്ട് തിരിഞ്ഞാണ് ചെയ്യേണ്ടത്. സ്ത്രീകൾക്ക് പവിത്രം ധരിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ചേട്ടാ. എല്ലാവരും തെക്കോട്ട്. ഹിന്ദു മതത്തിനകത്ത് ആചാരങ്ങൾക്ക് സ്ത്രീ പുരുഷ ഭേദമേ ഇല്ല. കേട്ടല്ലോ, സ്ത്രീകളും പവിത്രം ധരിക്കണം. എന്താ മോശം? അവരുടെ കൈയല്ലേ, ധരിക്കണം. കേട്ടല്ലോ. സമുദ്രത്തിൽ ഒഴിക്കുമ്പോൾ കൈ കൊട്ടണോന്ന്, കൈ വേണ്ട മുട്ടണോന്ന്. വേണ്ട, ആവശ്യം പ്രായമില്ലല്ലോ. സമുദ്രത്തിൽ പോയിട്ട് കൈ മുട്ടി എന്ത് കാര്യം കേൾക്കില്ല. അവരുടെ കാക്ക വരില്ല. ഇത് കൈ കൂടെ ഒറ്റ കാക്ക വരണം എന്ന് ഉദ്ദേശിച്ചിട്ട്, കാക്കയെ കൈ നനച്ച് കൂട്ടിയ കാക്ക വരും എന്നൊരു സാധനമായി അനുഭവം അതാ. പിന്നെ ഈ സ്വഭാവമുണ്ട്. ഇപ്പം പണ്ട് കാലത്ത് എല്ലാ വീടുകളും ശ്രാദ്ധം കിട്ടുമല്ലോ, വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യുമ്പോൾ കാക്കകൾക്ക് ഭയങ്കര ഓർമ്മശക്തിയാണ്. അതുകൊണ്ട് അവരത് എന്തായാലും വരും. സമുദ്രത്തിന് ആവശ്യമില്ല, കാരണം സമുദ്രത്തിലേക്ക് ലയിപ്പിക്കുക, അവിടെ മത്സ്യങ്ങൾക്കും മറ്റു ജീവികൾക്കും കൊടുക്കുകയാണ്. കൈകൊട്ട കാര്യമില്ല. തീർത്ഥം ഉണ്ടാക്കുമ്പോൾ എള്ള് ചേർക്കണോ എന്ന് ചോദിച്ചു. വേണം, എള്ള് ചേർക്കണം. എള്ളിന് പ്രാധാന്യമുണ്ട്, കാരണം പിതൃസാധനങ്ങൾക്ക് തിലോദകത്തിലാണ് പ്രാധാന്യം. എള്ള് ചേർത്ത ജലത്തിലാണ് ഈ പിതൃ പ്രധാനം. അവിടെ അക്ഷരത്തിന് പകരം അവിടെ ശരിക്കും എള്ള് ചേർക്കുന്നത്. എള്ളിന്റെ പ്രാധാന്യം വിഷ്ണുവിലേക്കാണ് ലയിപ്പിക്കുന്നത്. വിഷ്ണു വ്യാപിച്ചു നിൽക്കുന്ന, പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ് വിഷ്ണു. എള്ളിനകത്ത് എണ്ണ നിറഞ്ഞിരിക്കുന്നു. എള്ള് കഷ്ണം കഷ്ണാക്കിയ ഒരു കഷ്ണത്തിൽ എണ്ണയുണ്ടാവും. ഇതുപോലെ അതിന് തുല്യമാണ്. മാത്രമല്ല, സുഹൃതമുണ്ടാക്കാൻ എള്ളുകൊണ്ട് ഹോമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും മോക്ഷത്തിന് നല്ലത് എള്ള് ഹോമിക്കുന്നതാണ് എന്നൊരു നിയമമുണ്ട്. എള്ളിന് പ്രാധാന്യമുണ്ട്. മോക്ഷം എന്ന് പറഞ്ഞാൽ വികാസമാണ്. മോക്ഷം എന്ന് പറഞ്ഞാൽ മരണാനന്തര മോക്ഷമല്ല, വികാസമാണ്. അപ്പോൾ ബോധനത്തെ വികസിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വസ്തുവായിട്ടാണ് എള്ള് കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് എള്ളിന് പ്രാധാന്യമുണ്ട്. വിഷ്ണു പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു, എള്ളിൽ എണ്ണ നിറഞ്ഞിരിക്കുന്നു. ചേട്ടാ, പവിത്രം ഏത് കയ്യിലാണ് ധരിക്കേണ്ടത്? വലത് കൈയിന്റെ മോതിരവിലാണ് ധരിക്കേണ്ടത്, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും. വലത് കൈ കൊണ്ട്, അങ്ങനെ വലതുകൊണ്ട് ക്രിയ ചെയ്യുന്നു. ആ കൈ പവിത്രമാക്കാൻ വേണ്ടി പവിത്രം ധരിക്കുന്നു. അത് ഒരു വൈദികമായ സ്മാർത്ഥ ക്രിയകളാണ്. താന്ത്രികമായ ക്രിയകളൊന്നും പവിത്ര പ്രാധാന്യമില്ല ശരിക്കും. പക്ഷെ ഇടക്കാലത്ത് വന്ന എല്ലാം മിശ്രിതമായതുകൊണ്ടാണ് അതിന് പ്രാധാന്യം വന്നത്. ചോദ്യം, ഗയയിൽ കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യണോന്നുള്ളതാണ്. അത് ഗയയിലാണെങ്കിലും തിരുനെല്ലി ചെയ്യുന്നത് സങ്കല്പം അങ്ങനെയല്ല. അതുപോലെ നമ്മൾ എല്ലാ വർഷവും ഇത് ആവർത്തിക്കേണ്ട ആവശ്യമാണ്. കാരണം നമ്മളുള്ള പിതൃക്കൾ നശിക്കുന്നില്ല. അവിടെ പോയി ചെയ്ത പുണ്യമാണെന്ന് മാത്രമേ ഉള്ളൂ, കൂടുതൽ പുണ്യമാണ്, അത്രയേ ഉള്ളൂ. ഈശ്വടാ, ഞാന് പുറത്താണല്ലോ, ബഹ്റിനാണുള്ളത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ചെയ്യുമ്പോൾ ചാണകം കിട്ടില്ല. ഒന്ന് വെള്ളം തളിച്ചാൽ മതി, ഇത്രയേ വേണ്ടൂ. രണ്ടാമത്തത് വീട്ടിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പൊ വീട്ടിൽ നിന്ന് ചെയ്തിട്ട് നമ്മൾ കൊണ്ട് ഒഴുക്കുന്നത് ഉടനെ തന്നെ ചെയ്യേണ്ടതുണ്ടോ? അവിടെ കാക്കയോ പ്രാവോ എന്തെങ്കിലും വരും? അവിടെ പ്രാവ് വരും? അവിടെ പ്രാവ് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തൊന്നും പ്രാവില്ല. വേണ്ട. നമ്മളെ ബീച്ചുണ്ട്, ബീച്ചിൽ കൊണ്ട് കളയണം. പക്ഷെ അത് ഉടനെ തന്നെ ചെയ്യേണ്ടതുണ്ടോ? പറ്റുമെങ്കിൽ ഉടനെ ചെയ്യുന്നത് നല്ലത്. സൂക്ഷിച്ച് വെക്കുന്നത് നല്ലത്, ഉടനെ ചെയ്യുന്നതാണ് നല്ലത്. കേട്ടോ, പറ്റുമെങ്കിൽ ഉടനെ ചെയ്യും, അതാണ് ഏറ്റവും നല്ലത്. കേട്ടോ. ഒന്ന്, നമ്മള് തീർത്ഥം ആവാഹിക്കുന്ന സമയത്ത് നമ്മൾ പവിത്രം ഇട്ടതിന് ശേഷമാണ് ചെയ്യുന്നത്. അതെ. വിരല് അതിലേക്ക് മുട്ടിക്കുന്നുണ്ടോ, അതോ കിണ്ടിയുടെ മേളിൽ നമ്മൾ അല്ല, വിരൽ അതുകൊണ്ട് മുട്ടിക്കുന്നത് നല്ലതാണ്. കേട്ടോ, വിരൽ തൊട്ടുകൊണ്ട് എന്ന് നോട്ടിലുണ്ട്. ഓക്കെ. അപ്പൊ ഈ കിണ്ടി സാധാരണ ഞങ്ങൾ ഇവിടെ ചെയ്യാന്ന് വെച്ചാല്, ഈ ആവാഹിക്കുന്ന സമയത്ത് കിണ്ടി തറയിൽ വെക്കാണ്ട് നമ്മുടെ ഹൃദയത്തോടെ ഇച്ചിരി ഉയർത്തിപ്പിടിച്ച് ചെയ്യാറുണ്ട്. പാരമ്പര്യ രീതിയിൽ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. കേട്ടോ. ഓക്കെ. പിന്നെ വേറൊരു സംശയം ഉള്ളത് വെച്ചാല്, നമ്മൾ ഈ 21 ദർഭ വിരിച്ചതിന് ശേഷം പിണ്ടം വച്ചതിന് ശേഷമല്ലേ നമ്മൾ ഈ പറയുന്ന ജലവും പുഷ്പവും കാര്യങ്ങളും കൊടുക്കുന്നത്? ഓക്കെ. ആ കൂട്ടത്തില് ഞങ്ങളുടെ നാട്ടില് നമ്മുടെ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിൽ നിന്ന് വസ്ത്രം ദാനം ചെയ്യാന്നൊരു സങ്കല്പത്തിൽ ഒരു നൂലെടുത്ത് അതിന്റെ മേളിലേക്ക് എടുത്ത് വയ്ക്കുന്നുണ്ട്. അത് സാധാരണ പിന്നെ ഏകോദശ സാധ്യത കൃത്യമായി ചെയ്യാറ്. കാരണം ഇവിടെ എന്താ പ്രശ്നം അറിയോ? ക്രിയകളൊന്നും ചെറുതാക്കിയതാണ്. കാരണം ഈ ക്രിയ അത്രയേ ഉള്ളൂ ശരി കാണുന്നുള്ളൂ, കാരണം വളരെ ലളിതമായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്ര വിശദമായിട്ടില്ല. കാരണം അതിന് വേറെയും ക്രിയകളുണ്ട്. ആ സമയത്ത് മറ്റേതില്ലേ, എന്താ പറയുക, അഞ്ജന അരച്ചിട്ട് അതിൻ്റെ ഇതൊക്കെ തേക്കാനൊക്കെ ഉണ്ട്. പക്ഷെ അത്
അതങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ചെയ്ത് സങ്കല്പം വാവലിക്ക് ഇത് മതിയായിരിക്കും ഇത് മതി, ഈ അല്ലെ? കാര്യത്തിൽ ഇത് മതി കേട്ടോ. ചെറുള സമൂലം വെട്ടിയെടുക്കാമോ? വെട്ടിയെടുക്കാം. ചെറു ആ പുഷ്പമാണ് വേണ്ടത്. അപ്പം പുഷ്പ ഇലയും കൂടി ചേർത്താ എടുക്കാറ്. പുഷ്പ ഇലയും കൂടി ചേർത്താ വെക്കാറ്. കിട്ട് കുറവുണ്ട് സംഭവം വെട്ടിയെടുത്തോളൂ. പക്ഷെ അതിന് ആവശ്യമില്ല. ചെറുള ബലി പുഷ്പം എന്നാണ് പറയുന്നത്. അപ്പം ഇലയും അതിന് ചില സമയത്ത് പുഷ്പം കിട്ടും, എപ്പോഴും പുഷ്പം കിട്ടിക്കൊള്ളണമെന്നില്ല. അത് മതി ശരിക്കാം കേട്ടോ. ഇവിടെ വൈദ്യശാലയിൽ നമുക്ക് തറച്ചിട്ടാണ് കിട്ടുക. അപ്പം അതിനകത്ത് ഇതിനൊക്കെ ഉണ്ട്. ഇവിടെ ആത്മപ്രദക്ഷിണം വലത്ത് നിന്ന് ഇടത്തോട്ടാണോ ഇടത്ത് നിന്ന് വലത്തോട്ടാണോ? അല്ല, പ്രദക്ഷിണം എപ്പോഴും വലത്തോട്ടാണ് ചെയ്യേണ്ടത്. തൻ്റെ ആത്മാവിൻ്റെ വികാസത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. പ്രദക്ഷിണം എന്ന് പറയുന്നത് മുകളിലേക്ക് കയറാൻ അമ്പലത്തിൽ ചെയ്യുന്ന പോലെ ചെയ്യണം കേട്ടോ. അപ്രദക്ഷിണം താഴോട്ടാണ് വരുന്നത്. ശിവക്ഷേത്രത്തിൽ അപ്രദക്ഷിണം എന്ന് പറയുന്നത് ഈശ്വരൻ ഇങ്ങോട്ട് വരുന്നതാണ്. പ്രദക്ഷിണം തന്നിൽ നിന്ന് ഈശ്വരനുള്ള യാത്രയാണ് പ്രദക്ഷിണം. അതുകൊണ്ട് അതെപ്പോഴും വലത്തോട്ട് തന്നെ ചെയ്യണം. ഇടത്തോട്ട് ചെയ്യുമ്പോൾ ശിവക്ഷേത്രത്തിൽ അപ്രദക്ഷിണം ചെയ്യുമല്ലോ, അത് ഈശ്വരൻ അതുവരെ പോയിട്ട് തിരിച്ചു വരില്ല. അതുകൊണ്ട് വലത്തോട്ട് ചെയ്യണം, പ്രദക്ഷിണം ചെയ്യണം. വികാസത്തിന് വേണ്ടിയിട്ടാണ്. ചേട്ടാ, കുട്ടികൾക്ക് ചെയ്യാമോ? ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം. അവർക്കൊണ്ട് ചെയ്യിച്ച് പഠിപ്പിക്കുന്ന സംസ്കാരം കൊടുക്കുക തന്നെ വേണം, നിർബന്ധമാണ്. എല്ലാവർക്കും ചെയ്യാം. ഒരു വർഷത്തിൽ എത്ര തവണ ചെയ്യാം? ഏതെല്ലാം ദിവസമാണ്? എല്ലാ കറുത്ത വാവിനും ചെയ്യാം. കറുത്ത പക്ഷത്തിലെ അഷ്ടമി നല്ലതാണ് ചെയ്യാൻ. വെളുത്ത വാവ് കഴിഞ്ഞ് അഷ്ടമി ചെയ്യുന്ന നല്ലതാണ്. കറുത്ത വാവിന് ചെയ്യാം. ചില ദുരിതമുള്ളവർക്ക് നിത്യേന ചെയ്യുന്ന നല്ലതാണ്. വളരെ ഇത്രയും ചെയ്യാമെന്ന് കാര്യമില്ല. വെറുതെ സാധാരണ പലപ്പോഴും ഞങ്ങളുടെയൊക്കെ അനുഭവം എള്ള് ചേർത്ത് ഹവിസുണ്ടാക്കി ഇല്ല ആ വീട്ടിലുള്ള ചോറെടുത്ത് കാക്കി കൊടുത്താൽ നല്ലതാണ്. അതും ഒരു പിതൃശ്രാദ്ധമാണ്. വളരെ ദുരിതമുള്ളവർ അങ്ങനെ പറയുന്നത് കറുത്ത വാവിനും ബലിയിട്ട് ഇതേപോലെ വിശദമായിട്ടുള്ള ബലി. ഇതേ സങ്കല്പത്തിൽ ചെയ്താൽ മതി, ഇതേ ക്രിയ ചെയ്താൽ മതി. ഫലമുണ്ടാകുമെന്ന് ഉറപ്പാണ്. ധാരാളം അനുഭവങ്ങളുണ്ട്. വെറുതെ സിദ്ധാന്തം, അനുഭവമുണ്ട്. ഈ ബലിശേഷം നമ്മൾ കഴിക്കണോ എന്നുള്ളതാണ്. ഇത് പാർവശ്രാദ്ധത്തിന് ബലിശേഷം കഴിക്കാം. പക്ഷെ അതിൻ്റെ ഏകോദശാണ് കൃത്യമായിട്ട് അങ്ങനെ ക്രിയയൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഇത് പൂർണ്ണമായിട്ട് സമർപ്പിക്കണമെന്നല്ല കേട്ടോ. പിന്നൊരു സംശയം എന്ന് വെച്ചാല് ഈ ബലിയിട്ടിട്ട് ഈ പശുക്കൾക്ക് കൊടുക്കുന്ന ക്രമമുണ്ടോ? അല്ല, അത് കാക്കി കൊടുക്കാൻ പശു കൊടുത്താൽ മതി. പശുവിന് കൊടുക്കുന്നതിൽ തെറ്റില്ല അല്ലെ? തെറ്റൊന്നുമില്ല. പ്രപഞ്ചത്തിലേക്ക് ലയിക്കണം. പശു വളരെ ഏറ്റവും പുണ്യമായ മൃഗങ്ങളൊന്നാണ് പശുവിന് കൊടുക്കാം കേട്ടോ. മറ്റൊരു സംശയം എന്ന് വെച്ചാല് ചില കൂട്ടർ ഈ ബലിയിടുന്നതിന് പകരം ചോറും കറിയെല്ലാം ആക്കിയിട്ട് പിതൃക്കൾക്ക് വിളമ്പുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. അല്ല, അത് നേർച്ച കൊടുക്കുന്നത്. ഇപ്പൊ ഈ മലബാർ ഈ ഭാഗം നേർച്ച കൊടുക്കുന്ന പറയും. അത് വൈകിട്ടാണ് ചെയ്യാറ്. അല്ലെ? അത് പോരാ. കാരണം അത് ശാസ്ത്രീയമായിട്ട് തെറ്റുന്നതിനകത്ത് എന്താന്ന് പറഞ്ഞാൽ ശരിക്കും അത് പറയാൻ കാരണം വേറൊരു ക്രിയയിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പണ്ട് കാലത്ത് ഈ സ്മാർത്തന്മാരൊഴികെ എല്ലാവരും ചെയ്തിരുന്നത് തർപ്പണമാണ് ചെയ്തത്. തർപ്പണം എന്ന് പറഞ്ഞാൽ ശാക്തേയ പൂജ തർപ്പണമുണ്ട്. ആ തർപ്പണമാണ്. അതിനകത്ത് ശാക്തേയ പൂജകൾക്ക് ഒരു പിതൃപാത്രമുണ്ട്. ആ പിതൃപാത്രത്തിൽ തർപ്പണം ചെയ്യും. ഇതാണ് ശ്രാദ്ധത്തിന് പകരം ചെയ്തിരുന്നത്. അത് ചെയ്താൽ അത് മതി. പക്ഷെ അത് പൂർണ്ണമായിട്ട് ഇപ്പം നഷ്ടപ്പെട്ടു പോയി. അതിന് പകരം ഇത് മാത്രം ബാക്കി. അപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന് ഈ ഭാഗത്ത് ക്രിയ എനിക്കറിയാം. അവിടെ എന്ത് നടക്കുന്നത് എനിക്കറിയില്ല. എവിടെ നടക്കുന്ന ക്രിയ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ഒരു മുറിയിൽ അടച്ചു വെച്ച് ആ വാതിൽ അടയ്ക്കും. ഇത് പ്രാർത്ഥിക്കും, അത് സ്വീകരിക്കട്ടെ. സ്വീകരിക്കാൻ അവർക്ക് പറ്റുമോ? അവിടെ സങ്കല്പിക്കുന്ന ആരെയാ? മരിച്ചു പോയതിന് വേണ്ടിയിട്ടാണ്. അവർ സ്വീകരിക്കാനും പറ്റില്ല. കുറെ ഇന്ന് ജ്യോതിഷനാണല്ലോ. ഇത് നിങ്ങൾ മറ്റേ സാധാരണ പിതൃവിഷയത്തിൽ ആവാഹിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ വീട്ടിൽ വീണ്ടും ഇതേ ക്രിയ കുറച്ച് കഴിഞ്ഞിട്ട് 5 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും അവിടെ ഈ ദോഷം കാണും. ഈ ദോഷം അനുഭവം കൊണ്ട് പറയാം. അതുകൊണ്ട് വീണ്ടും ആ പിതൃദോഷം കാണുകയാണ് ചെയ്യാൻ. അതുകൊണ്ട് ബലി ഇട്ടാൽ മതി. ബലി നിർബന്ധം. ബലിയാണ് ചില സമുദായക്കാർ കഴിഞ്ഞതിന് ശേഷം ഇതൊന്നും ചെയ്യണ്ടെന്ന് പറയണ്ട. പക്ഷെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് സത്യം, ഇത് ചെയ്താൽ പോരാ, മുഴുവൻ ശക്തിയെ പൂജ മുഴുവൻ ചെയ്യണം എന്ന് പറയണം കേട്ടല്ലോ. അപ്പോഴേ ശരിയാവും. അത് അവരെന്ത് ചെയ്യണം? ഒരാൾക്കൊണ്ട് ചെയ്യിച്ചിട്ട് കാര്യമില്ല. കാരണം തന്റെ പിതാവിനെ താൻ ചെയ്യണ്ടേ. ശരി. ഞാനേ ഇവിടെ ബാംഗ്ലൂരാണ്. അപ്പം ഇവിടെ കാക്ക അങ്ങനെ അധികം കാണാം. വേണ്ട, കാക്കയ്ക്ക് നിർബന്ധം. അവിടെ പ്രാവ് കൊടുത്താൽ മതി. നിങ്ങൾ പ്രപഞ്ചത്തിൽ ഗ്രഹിപ്പിക്കണമെന്നേ ഉള്ളൂ. ഓ, ഓക്കെ. പെട്ടെന്ന് ചെറുളക്ക് പകരം തുളസി ചെറുള കിട്ടാനില്ലേ ഇവിടെ?
തുളസി മതി, ഞാൻ മതി. പറഞ്ഞത്. ഓ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ വിദേശത്തൊന്നും ഒന്നും കിട്ടില്ല, കിട്ടുന്ന പുഷ്പം. ഓക്കെ. അതുമില്ലെങ്കിൽ നമ്മൾ അക്ഷര അരിയിൽ മഞ്ഞൾ ചേർത്ത് ചെയ്താലും മതി കേട്ടോ. ഓക്കെ ഇവിടെ സങ്കല്പത്തിലാണ് പറഞ്ഞത്, ദൃഢമായ സങ്കല്പം വേണം. ഓക്കെ. ശരി. നമുക്ക് വാവിന് പ്രത്യേകിച്ച് സമയം ഉണ്ടോ? നമുക്ക് ബലിയിടുന്ന സമയങ്ങൾ രാവിലെയാണോ, ഉദയത്തിന് ശരി, മുന്നേ ആണോ? രാവിലെ ഈ വാവുകൾക്കൊരു പ്രത്യേകത, ഈ തീർത്ഥസ്ഥാനങ്ങളിൽ പോയി വാവുള്ള സമയത്ത് മുഴുവൻ ചെയ്യാം. വീട്ടിലാണെങ്കിൽ അന്നേരം ഇപ്പൊ ഈ പ്രാവശ്യം രാവിലെയാണ് നല്ലത്, കാരണം 45 നാഴികയുണ്ട്, 46 നാഴികയുണ്ട് വാവ്. അപ്പൊ രാവിലെ ചെയ്യുന്നതാണ് നല്ലത്. പിതൃശ്രാദ്ധം രാവിലെ ചെയ്യണം. ഉദയാസ്തമയത്തിന് ഉദയത്തിന് ശേഷം. ഉദയത്തിന് ശേഷം ചെയ്യാം. ഏത് ക്രിയ ഉദയത്തിന് ശേഷം ചെയ്യാൻ പാടില്ല. ഉദയത്തിന് മുമ്പ് ചെയ്യാൻ ശരി ശരിയല്ല. ബാഹ്യമായ ക്രിയകളൊന്നും ഉദയത്തിന് ചെയ്യാം. അത് പറയ കാക്ക നിലത്തിറങ്ങിയ ശേഷം എന്നാ പറയുക സാധാരണ. അതിന് അർത്ഥം വിധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാവരും നമ്മൾ പല പ്രാവശ്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും സംശയമാണ് അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കുട്ടികൾ ചെയ്യണോ. ഇപ്പൊ തന്നെ ഗുരുനാഥൻ പറഞ്ഞു കഴിഞ്ഞു, എന്നാലും പലരും ചോദിക്കുന്നവരാണ്. അവരോട് പറഞ്ഞു കൊടുക്കണം, ഈ കാര്യം അച്ഛനും അമ്മയ്ക്ക് വേണ്ടി മാത്രമല്ല. ശരിക്കും പറഞ്ഞാൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അച്ഛൻ, തൻ്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുന്ന അച്ഛൻ വേറെ ഉണ്ടല്ലോ. അതെ മനസ്സിലായില്ലേ? അതെ ശാസ്ത്രീയമായിട്ട് നോക്കിയാൽ തൻ്റെ ഉള്ളിൽ അച്ഛൻ വേറെ തന്നെയാണ് സത്യത്തില്. കേട്ടല്ലോ? അതെ. അവർക്ക് വേണ്ടിയിട്ട് മാത്രം. അതിന് മുമ്പ് പരമ്പര ഉണ്ടല്ലോ. ഉണ്ട്. ഉണ്ട് ചെയ്യാം, എല്ലാം ചെയ്യണം, ആവശ്യമാണ്. നമസ്തേ. സമുദ്രത്തിൽ ചെയ്യുമ്പോൾ തലവഴി പുറകോട്ടാണോ ഇടേണ്ടത്, അതോ സാധാരണ ഒഴുക്കിയാൽ മതിയോ? സത്യത്തിൽ ഒഴുക്കിയാൽ മതി. അതുകൊണ്ട് പലപ്പോഴും ആൾക്കാർ എന്താ പ്രശ്നം അറിയാം, ഭയം ഉണ്ടാവും. അപ്പോൾ പിതൃക്കൾ എന്തോ ദോഷമുള്ള കാര്യം, മരിച്ചു പോയവർ പ്രേതമാണെന്ന് അവർ സങ്കല്പം. ഇത് പിതൃക്കളാണ്. തൻ്റെ ഉള്ളിൽ നിന്ന് താൻ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്, താൻ തന്നെയാണ് പ്രപഞ്ചത്തിൽ ലയിക്കേണ്ടത്. അതുകൊണ്ട് പുറകോട്ടല്ല ഇടേണ്ടത്. പക്ഷേ പാരമ്പര്യ ആചാരങ്ങളുണ്ട്, ഇതൊന്നും ഒറ്റയ്ക്കൊന്നും തീർക്കാൻ പറ്റില്ല. പക്ഷെ ഇത് ശാസ്ത്രം നമ്മൾ മനസ്സിലാക്കി കൊടുക്കാം. തൻ്റെ പുരോഗതിക്ക് വേണ്ടി താൻ മുൻപോട്ട് പോകലാണല്ലോ. അപ്പൊ തിരിഞ്ഞ പുറകോട്ടല്ലേ പോവാ. അതുകൊണ്ട് മുൻപോട്ടിടുന്നതാണ് നല്ലത്. ഇത് പ്രേതങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, പിതൃക്കൾക്ക് വേണ്ടിയിട്ടാണ്, തൻ്റെ വികാസത്തിന് വേണ്ടി അത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. ചേട്ടാ, മുറ്റവും മറ്റു സൗകര്യവും ഇല്ലാത്തവർ എന്ത് ചെയ്യും? വീട്ടിനകത്താ ചെയ്യേണ്ടത്. പണ്ട് കാലത്ത് വീടിനകത്താ ചെയ്യാറ്. പണ്ട് വലിയ വലിയ ഇല്ലങ്ങളിൽ പോലും വടക്കിനിയിലാണ് പിതൃശ്രാദ്ധം കൂട്ടാറ്. അതുകൊണ്ട് ആ വീട്ടിനകത്ത് ചെയ്യേണ്ട ക്രിയയാണത് ശരിക്കും. പിന്നെ തീർത്ഥസ്ഥാനങ്ങളിൽ പോയി പുറത്ത് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. മുറ്റത്തല്ല ചെയ്യേണ്ടത്, കൊണ്ട് കളയേണ്ടതാണ് മുറ്റത്ത്. ഇല്ല, അങ്ങനെ നോട്ടിലും അങ്ങനെ പറഞ്ഞില്ല, മുറ്റത്താണെന്ന് പറഞ്ഞില്ല. കൊണ്ടുപോയിട്ട് സമർപ്പിക്കേണ്ടത് തെക്ക് മുറ്റുണ്ട്, തെക്ക് ഭാഗത്തെ മുറ്റത്താണ്. അല്ലെങ്കിൽ സൗകര്യസ്ഥത് ചെയ്യണം. പ്രപഞ്ചത്തിൽ ഇരിക്കണം, അത്രേ ഉള്ളൂ. സമർപ്പിക്കേണ്ടതാണ് പുറത്ത്, ചെയ്യേണ്ട അകത്ത് തന്നെ. വിശ്വടാ, വെള്ളത്തിൽ ഒഴുക്കണം എന്നത് നിർബന്ധമുണ്ടോ? ഇല്ല, കാട്ടിന് കൊടുത്താൽ മതി, പ്രാവിന് കൊടുത്താൽ മതി, പശുവിന് കൊടുത്താൽ മതി. അത് പ്രപഞ്ചത്തിൽ ചൈതന്യത്തിലേക്ക് ലയിക്കണം, വികസിക്കണം. ഞാൻ എന്ന ബോധം വികസിക്കണം. വീടിനകത്ത് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വീടിനകത്ത് ചെയ്യാം. വീടിനകത്ത് ചെയ്യേണ്ടതും. ഇത് അന്യമായ ക്രിയയല്ല, തനിക്ക് വേണ്ടി തന്നെയുള്ള ക്രിയയാണ്. പൂജ പോലെ തന്നെയാണ് ഇത് ശരിക്കും പൂജ പോലെ തന്നെയാണ്. പൂജ വ്യത്യാസം, ഈ ക്രിയക്ക് ഒരു വ്യത്യാസവും ഇല്ല. പുഷ്പത്തിന് പകരം എള്ളുപയോഗിക്കുന്നു, അല്ല പുഷ്പത്തിന് പകരം ചുവളുപയോഗിക്കുന്നു, അക്ഷരത്തിന് പകരം എള്ളുപയോഗിക്കുന്നു. ഇതേ വ്യത്യാസം. പിന്നെ അവസാനം അനാഥ പിതൃക്കൾക്ക് പിണ്ഡം സമർപ്പിക്കാമോ? ചെയ്യാം, സങ്കല്പിക്കാം, പ്രശ്നമില്ല. സ്ത്രീകള് മെൻസസ് ആവുന്ന സമയത്ത് ഇരിക്കുന്ന സമയത്ത് ചെയ്യാമോ? ശരിയല്ലല്ലോ. തൻ്റെ ശരീരം അശുദ്ധമായിരിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലല്ലോ. ഇത് ശരിയല്ല, ഒരു ഈശ്വരീയമായ കാര്യമാണ്. ആ സമയത്ത് അവരത് കഴിഞ്ഞ് അടുത്ത കർത്തവാവിന് ചെയ്താൽ, അങ്ങനെ ചെയ്യാൻ അടുത്ത കർത്തവാവിന് ചെയ്താൽ മതി. ഇല്ലല്ലോ. സുമംഗലിയായ സ്ത്രീകളും മാത്രം എന്താണ് കിഴക്കോട്ട് ഇരിക്കുന്നത്? നമ്മുടെ ഹിന്ദു പാരമ്പര്യം അതാണ്. സുമംഗലിയായ സ്ത്രീകൾക്ക് ബഹുമാനമുണ്ട്, അവർ ബഹുമാനിക്കുന്നു. ആ സ്ത്രീ ഈശ്വരൻ തന്നെയാണ്, ഈശ്വര തുല്യമാണ്. അതുകൊണ്ട് അവരുടെ ബഹുമാനമുള്ളതുകൊണ്ട് അമ്മയാണ് അവർ കിഴക്കോട്ട് തിരിഞ്ഞാൽ മതി എന്ന് പറയുന്നു. ഒറ്റക്കാരം സ്ത്രീയോട് ബഹുമാനമുള്ളതുകൊണ്ടാണ്, വേറെ കാര്യം അവരുടെ മോശമായതുകൊണ്ടല്ല. വിശ്വയുടെ ആണ്ടുബലിയും വാവുബലിയും ഒരേ ദിവസമാണെങ്കിലോ? ആണ്ടുബലിക്കാണ് പ്രാധാന്യം, ഏകോദശാണ് പ്രാധാന്യം. അപ്പൊ ഇതുകൂടി സങ്കല്പിച്ച് ചെയ്യാം. ആ സമയത്ത് പിതൃപരമ്പ സങ്കല്പിക്കും, പക്ഷെ ഏകോദശാനത്തിന് പ്രാധാന്യമുണ്ട്. വാവ് ദിവസം അകത്ത് വെക്കുന്നത് തെറ്റുണ്ടോ?
ഞാൻ നേരത്തെ പറഞ്ഞു പൊതുവായി ചോദിച്ച ചോദ്യം അതായിരുന്നു. മനസ്സിലായത്? അകത്ത് വെച്ച് കൊടുക്കുന്നത് ശാസ്ത്രീയമല്ല, പക്ഷെ ഒറ്റയ്ക്ക് തെറ്റാണെന്ന് പറയാനും പറ്റില്ല. കാരണം ഒരു പാരമ്പര്യ ഒരു ആചാര വിശ്വാസമാണ്. ചെയ്യേണ്ടതിന് പൂർണ്ണമായ ക്രിയ ശാക്തേയ പൂജയാണ്. അത് ആ കുടുംബം തന്നെ ചെയ്യണം. വേറെ ആരും വിളിച്ച് ചെയ്താലും പറയാം. ആ ഒരു അത് നഷ്ടപ്പെട്ടതിന് അതിന്റെ ബാക്കി അംശമാണ് നേർച്ച കൊടുക്കുന്ന സമ്പ്രദായം. ബലിയിടാൻ വ്രതം വേണോ? എങ്ങനെയാണ് വേണ്ടത്? നിർബന്ധമാണ്. തലേ ദിവസം ഒരിക്കലും നിർബന്ധമാണ്. പറയാൻ പറ്റുമോ? തലേ ദിവസം ഒരിക്കലും നിർബന്ധമാണ്. രാത്രി ലഘുവായ ആഹാരം കഴിക്കാം. വീടിന്റെ സ്ലാബിന്റെ മുകളിൽ ചെയ്താൽ പോരെ? എവിടെ ചെയ്താലും കൊള്ളാം. ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ ചെയ്യൂ, ഒരു പ്രശ്നവുമില്ല. എവിടെ വേണം ചെയ്യും. പീഠം വെക്കണോ അതോ ദർഭ വിരിച്ചാൽ മതിയോ? പീഠം വെക്കരുത്. ദർഭയാണ് അവിടുത്തെ പീഠം. ആവാഹിക്കുന്ന സങ്കല്പത്തിലാണ്. സങ്കല്പ പീഠമാണ് അവിടെ. ആ പീഠം സങ്കല്പം ഇരിക്കാനുള്ള ഇരിപ്പിടത്തിലുള്ള പീഠം എന്ന് പറയുന്നു. അപ്പോൾ സങ്കല്പമായ പീഠം. ഈ നമ്മുടെ പരശുരാമ ക്ഷേത്രത്തിലൊക്കെ ചെന്ന് ചെയ്യുമ്പോഴ് ഈ കുടുംബാറ്റ് ഭാര്യ ഭർത്താവ് എല്ലാവരും കൂടെ ചെന്ന് ചെയ്യുമ്പോ അവിടെ പിന്നെ ഭാര്യ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കില്ല, എല്ലാവരും ഒരേ ദിക്കിലല്ലേ എല്ലാവരും ഇരിക്കുള്ളൂ. അപ്പൊ അങ്ങനെ കിഴക്കോട്ടല്ലേ തിരിഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ദോഷമുണ്ടോ? അങ്ങനെ ദോഷമില്ല. കാരണം അത് അവിടെ സൗകര്യമുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് സമുദ്രത്തിൽ പോയാൽ നമുക്ക് അങ്ങനെ പ്രത്യേക സൗകര്യമൊന്നും കിട്ടില്ല. ഉള്ള സൗകര്യം ചെയ്യും കേട്ടല്ലോ. വീട്ടിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്ത് നന്നായിരിക്കും. അതാണ് ആചാരം അതാണ്. അങ്ങനെ ചെയ്യാം, അത്രേ ഉള്ളൂ. മറ്റേ നമ്മൾ അങ്ങനെ സൗകര്യം നോക്കും. പൊതുവായ സ്ഥലത്താകുമ്പോൾ അവിടുത്തെ സൗകര്യം എന്താണോ തെറ്റിക്കാൻ അവരോട് സിദ്ധാന്തം പറയാൻ പോകണ്ട. അത് ചെയ്യാം, അനുഷ്ഠിക്കാം. വീട്ടിൽ നിന്ന് ഒരിടത്തിരുന്ന് ചെയ്യുമ്പോൾ ഒരാള് തെക്കോട്ടും ഒരാള് കിഴക്കോട്ടും തിരിഞ്ഞിരിക്കണം അല്ലേ? അതെ അതെ അതെ, അത് വേണം. വീട്ടിലേക്ക് കാണിച്ചാൽ സുമംഗലി അവസ്ഥയിൽ കിഴക്കോട്ടിരിക്കണം, നിർബന്ധമാണ്. അങ്ങനെ തന്നെ ചെയ്യാറ് സാറ്. പാരമ്പര്യം എങ്ങനെ ചെയ്യാറ്? ഇതിപ്പോ നമ്മള് ശ്രാദ്ധ ഊട്ടിയിട്ട് കുറച്ചു നേരം കാക്കയ്ക്ക് വെച്ച് കൊടുത്തിട്ട് തെക്കേ മുറ്റത്ത് കാക്കയൊന്നും വന്നില്ല വിചാരിക്കുക. അപ്പൊ പുഴയുടെ അടുത്ത്, അപ്പൊ പുഴയിൽ കൊണ്ടുപോയിട്ട് മതി, അല്ലേ പറഞ്ഞോ, പ്രശ്നം. മുമ്പോട്ടിടാമല്ലോ അല്ലെ, അതൊന്നും പുറകിലേക്ക് ഇടണം. പ്രപഞ്ചത്തിൽ ലയിക്കണം എന്ന് മാത്രം സങ്കല്പമുള്ളൂ. കാരണം ആ ദർഭയുടെ കെട്ടഴിച്ചു പ്രപഞ്ചത്തിൽ ലയിക്കണം എന്നാണല്ലോ സങ്കല്പം. പ്രപഞ്ച ബോധത്തിൽ ലയിക്കണം. ശ്രാദ്ധത്തിനെ പറ്റിയല്ല, ഈ ദഹിപ്പിക്കൽ കഴിഞ്ഞിട്ട് ക്രിയ 15-ാമത്തെ ദിവസം ക്രിയയൊക്കെ കഴിഞ്ഞപ്പോ ഈ 3 സ്ഥലത്തു നിന്നും കുറച്ച് അസ്ഥി എടുത്തു. അപ്പൊ കുറച്ച് അസ്ഥി അവിടെ ബാക്കി കിടക്കുന്നുണ്ട്. അതെന്ത് ചെയ്യും ഇനി? ഒന്ന്, അസ്ഥി ബാക്കി വെക്കാൻ പാടില്ല. കാരണം സഞ്ചയന സമയത്ത് മുഴുവൻ സമർപ്പിക്കേണ്ടതാണ്. മുഴുവൻ അതെ, ഇടയ്ക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്. കാരണം അതിനകത്ത് ആ ചൈതന്യത്തിന് അംശം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ക്രിയ പൂർത്തിയാവില്ല. ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം അത് പുണ്യസ്ഥാനത്ത് കൊണ്ട് സമർപ്പിക്കാം. കേട്ടല്ലോ, എവിടെയെങ്കിലും കൊണ്ട് സമർപ്പിക്കാം. നമുക്കതിനെ എടുക്കാം. അതെ, അതെടുത്ത് കളയും. കാരണം വെറുതെ ഇരുന്ന് വെക്കാൻ കാര്യമില്ല. അതുകൊണ്ട് അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. സഞ്ചയനം എന്ന് പറയുന്നത് പൂർണ്ണമായ അസ്ഥി ശേഖരിച്ച് സമർപ്പിക്കലാണ്. അവര് അത് 3 സ്ഥലത്തുനിന്നും കുറേശ്ശെ എടുക്കാനാ പറഞ്ഞു തന്നു. ബാക്കി അവിടെ കടന്നോട്ട്. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞില്ല. ഇല്ല, എടുക്കാം നോക്ക. ശരി, അപ്പൊ ഒരു കാര്യം, അത് നിങ്ങൾ തിരക്കാൻ സൂക്ഷിച്ച് വെക്കണ്ട. കേട്ടല്ലോ. അത് പിന്നേക്ക് ഒരു ഏതെങ്കിലും ചില ദോഷം കാണുമ്പോൾ ജ്യോത്സ്യം പറയും എന്തോ ഒരു ക്രിയ പൂർത്തിയായില്ല എന്ന് പറയും. അപ്പൊ ഈ അസ്ഥി നമുക്ക് പറക്കാമല്ലോ അല്ലേ? അവർക്ക് കൊടുത്തോളൂ, എടുത്തുകൊണ്ട് കാണുക. നിങ്ങൾ തന്നെ ചെയ്യാം. നിങ്ങൾ ബന്ധപ്പെട്ട ആൾക്കാരെയാണ് അത് ചെയ്യണം. സമർപ്പിച്ചേക്ക്. ഭാരതപ്പുഴയെ കൊണ്ട് ശരി, എന്താ ചെയ്യൂ. നമ്മള് ചാണകം മെഴുകിയിട്ട് 4 സ്ക്വയറായിട്ട് ചാണകം മെഴുകിയിട്ട് ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും അതില് നമുക്ക് ചെയ്യണം, ബലിയിടണം. ഇപ്പൊ ഭാര്യ പതിവ്രത അല്ലെങ്കിൽ സുമംഗലി ആണെങ്കിൽ അവര് അതേ സ്ക്വയറിന്റെ തന്നെ കിഴക്ക് നോക്കിയിട്ട് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് തെക്ക് നോക്കി ചെയ്യുക അല്ലെ? അല്ല, അത് ശരിയല്ല. രണ്ടെണ്ണം ഉണ്ടാക്കണം, 2 സ്ക്വയർ ഉണ്ടാക്കണം. എല്ലാവർക്കും വേറെ ഉണ്ടാക്കണം. മനസ്സിലായല്ലോ? വേറെ ഉണ്ടാക്കണം. ചാണകം കൊണ്ട് മെഴുകിയത് എല്ലാവർക്കും വേറെ ഉണ്ടാക്കണം. എല്ലാവരും ഓരോരുത്തരുടെയും പിതൃചൈതന്യം വ്യത്യസ്തമാണ്. പക്ഷെ പണ്ട് കാലത്ത് ഒരു ചേട്ടൻ ചെയ്യുമ്പോൾ അനിയന്മാർ തൊട്ടിരിക്കാറേ ഉള്ളൂ. മനസ്സിലായില്ലേ? തൊട്ടിരുന്നാലും മതി അല്ലേ? അങ്ങനെ തൊട്ടിരുന്നാൽ മതി. പക്ഷെ ഭാര്യ വേറെ തന്നെ ചെയ്യണം. വേറൊരു വംശത്തിന്റെ ഭാഗമാണല്ലോ. ചേട്ടാ, പിണ്ടം കുളത്തിലിട്ടാൽ മതിയോ? ഈറനായി ക്രിയ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല,
പക്ഷെ നമ്മൾ ഈ തീർത്ഥസ്ഥാനങ്ങളിൽ പോയാൽ കുളിച്ചോട്ടം വന്ന് ചെയ്യാം, അങ്ങനെ ചെയ്യാം. അല്ല, വീട്ടിൽ നിന്നാണ് ചെയ്യുന്നത് നിങ്ങൾ സ്വസ്ഥമായിട്ട്, കാരണം ഒരു ക്രിയയും വീടിനോട് ചെയ്യാൻ പറയുന്നില്ല കേട്ടോ. കുളിച്ച് ശുഭ്രവസ്ത്രം, നല്ല വസ്ത്രം ധരിച്ച് ശുദ്ധവസ്ത്രം ധരിച്ച് ചെയ്യേണ്ടത്. ഭാര്യയ്ക്ക് ഭർത്താവിന് ബലിയിടാൻ പറ്റുമോ? പറ്റും, പറ്റും, പറ്റും. ഭർത്താവിന് കുട്ടികളുടെ കൂടെ അമ്മയ്ക്ക് ഇരിക്കാൻ ഇല്ല, പറ്റുമോ? അമ്മയ്ക്ക് ഇടണം, ഭർത്താവിന് വേണ്ടി ഇടണം, നിർബന്ധം ഇടണം. അത് ബലി ചെയ്യുന്നതിന് മുമ്പില് മുങ്ങിക്കുളി നിർബന്ധമാണോ? കുളിക്കണം, നല്ലതാണ്. അല്ല, അമ്പലത്തിൽ നമ്മൾ ചെയ്യുമ്പോ മുങ്ങിക്കുളി നിർബന്ധം പറയാറുണ്ട്. അല്ല, അമ്പലത്തിനകത്ത് ചെയ്യുമ്പോൾ മുങ്ങി കുടിച്ചോ, കുഴപ്പമൊന്നുമില്ലല്ലോ, മുങ്ങി കുളിക്കാൻ അല്ല, പറ്റും. സംഗതി എന്താ വെച്ചാല് നമ്മള് വീട്ടിൽ നിന്ന് കുളിച്ചിട്ടാ പോവുക. അപ്പൊ അത് ആടെ ഈ അമ്പലത്തിലെ വെള്ളം ഫുൾ മോശമായിരിക്കും, വെള്ളമായിരിക്കും പലരും കുളിച്ചിട്ട്. ആ മോശം വെള്ളത്തിൽ കുളിച്ചിട്ട് പിന്നെ നമ്മൾ ബലി ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചത്. വേണ്ട, നിങ്ങൾ കാര്യം ചെയ്യും, അമ്പലത്തിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ആൾക്കാർ നിർബന്ധം കുറച്ച് വെള്ളം തളിച്ചാൽ മതി കേട്ടോ. കുറച്ച് വെള്ളം തളിച്ചോളൂ കേട്ടോ, അത് മതി. ഫുൾ കലങ്ങിയിട്ടുണ്ടാവും വെള്ളം മൊത്തം. അപ്പോൾ അമ്പലത്തിന് വെള്ളത്തിന്റെ പവിത്രതയുണ്ട്, പക്ഷെ എന്നാൽ നിങ്ങൾക്ക് പറ്റില്ല ചെയ്യാൻ തോന്നി, മനസ്സ് തൃപ്തിയായിരിക്കണം. കുറച്ച് വെള്ളം എടുത്തിട്ട് തളിച്ചാൽ മതിയല്ലോ, അത്രേ ഉള്ളൂ. ഗേയില് പിണ്ടദാനം നടത്തിയിട്ട് പിന്നെ എല്ലാ വർഷവും ബലിയിടുന്നോണ്ട് ദോഷമുണ്ടോ? ഒരു ദോഷവുമില്ല, ചെയ്യണം. തന്റെ പിതൃക്കൾ താൻ മരിക്കുന്നത് വരെ തന്റെ ഉള്ളിലുണ്ട് കേട്ടല്ലോ. അതെ, ശരി. 70 വയസ്സായ ആളാണ്, മുട്ടുകുത്തിയിരിക്കാൻ പ്രയാസമാണ്, നിന്നിട്ട് പ്രാർത്ഥിച്ച് സമർപ്പിച്ചാൽ പോരെ? സംശയം എന്താ, നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം, മനസ്സിലായല്ലോ. മുട്ടുകുത്തിക്കേ വേണ്ട, സ്വസ്ഥ ഇരുന്നോളൂ, അല്ലെങ്കിൽ നിന്നിട്ട് ചെയ്തു. ഈ മുട്ടുകുത്തിരിക്കാനുള്ള നിയമമൊന്നുമില്ല. ബലി കഴിഞ്ഞ് ത്രിമധുരം വെച്ചു കൊടുക്കണം എന്ന് പറയാറുണ്ട്, എന്താണ് ചെയ്യേണ്ടത്? ആർക്കാണ് ഈ പിതൃമാൻ വെക്കുക? നേരത്തെ ചോദിച്ചതൊന്നുമില്ല. രാത്രിയിൽ സദ്യ കൊടുക്കുന്ന ഏർപ്പാട് ഇതുപോലെ ക്രിയയാണ്, സത്യ ആവശ്യമില്ല. പിതൃക്കൾക്ക് ബലിയാണ് പ്രധാനം. ബലിയിടുന്ന ആൾ അനുഷ്ഠിക്കേണ്ട വ്രതങ്ങൾ എന്തൊക്കെയാണ്? തലേ ദിവസം അയാൾ ഒരിക്കലൂടെ വേണം, എന്നുവെച്ചാൽ രാത്രി ലഘുഭക്ഷണം കഴിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. പിന്നെ വ്രതം എടുക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ ഒരിക്കലും. അപ്പൊ തലേന്ന് മാത്രം മതിയോ അതോ അന്നും അനുഷ്ഠിക്കണോ? അല്ല, തലേ ദിവസം മതി, പിറ്റേ ദിവസത്തെ കഴിഞ്ഞ് തലേന്ന് മതി. പിതൃദോഷം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? പിതൃദോഷം ഒരു ജ്യോത്സ്യനല്ല ഞാൻ, എന്തായാലും പറയാൻ നോക്കാം. പൂർവജന്മാർജിതം പാപം വ്യാധി രൂപേണ ജായത്തെ എന്നാണ് നിയമം. അപ്പം പൂർവികന്മാർ ചെയ്ത പാപത്തിന്റെ ദോഷത്തെയാണ് പിതൃദോഷം എന്ന് പറയുന്നത്, അല്ലാണ്ട് അവർ ശപിക്കുന്നതല്ല. അവർ പാപം ചെയ്താൽ അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കണം. കാരണം നമ്മുടെ ഉള്ളിൽ ഒരു അംശമുണ്ട്. ഒരു വ്യക്തി, നേരത്തെ പറഞ്ഞൊരു മാവിൻ്റെ ഉദാഹരണം പറഞ്ഞതുപോലെ, അവരുടെ ചൈതന്യം മുഴുവൻ നമ്മുടെ ഉള്ളിലുണ്ട്. അവർ ചെയ്ത പാപത്തിന്റെ ഫലവും നമ്മുടെ ഉള്ളിലുണ്ട്. അത് പരിഹരിക്കാണ് പിതൃദോഷം തീർക്കാൻ ബലിയിടണം എന്ന് പറഞ്ഞത്. ബോധതലത്തിലെ വികാസം കൊണ്ടാണ് പാപം തീരാൻ ഒരു വഴി. അത് വികസിപ്പിക്കുന്ന ക്രിയയാണ് പിതൃക്രിയ. നമസ്തേ വിശ്വട്ട. എന്റെ ചോദ്യം, ഈ ശ്രാദ്ധത്തിന്റെ അന്ന് ഒരു കുടുംബത്തിലെ ഒന്നിലധികം ആൾക്കാർ ചെയ്യുവാണെങ്കിൽ അതിന്റെ ക്രമം എങ്ങനെയാണ്? 1 by 1 ആണോ, അതോ ഒരേ സമയം 4 സ്ഥലങ്ങളിലായിട്ടാണോ? അതൊന്ന് പറയാമോ? ഒരേ സമയത്ത് ചെയ്യണം കേട്ടോ. 1 by 1 ഒരേ സമയത്ത് ചെയ്യണം. ഒരേ സമയത്ത് ഒരുപോലെ 4 പേർക്കും ഇതിനെ കുറിച്ച് അറിവുണ്ടാവണമെന്ന് മാത്രം സാരം അല്ലേ? പറഞ്ഞു കൊടുത്താൽ ഒരാൾ പറഞ്ഞു കൊടുക്കാൻ എല്ലാവരും ചെയ്യാലോ. ശരി. അവസാനം ഈ സമർപ്പണം നടത്തുമ്പോൾ ഇപ്പൊ നമ്മള് ഈ സ്ഥലങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ അവർക്ക് വീട്ടിന്റെ മുകളിൽ ടെറസിലേക്ക് വെച്ചാൽ മതിയോ? കൊടുത്താൽ മതി, സംശയം. വിശേഷം വെളുത്ത പുഷ്പം വേണമോ? ഇതിൽ പറഞ്ഞിട്ടില്ല, തുളസിയെ പറഞ്ഞിട്ടുള്ളൂ, വെളുത്ത പുഷ്പം പറഞ്ഞിട്ടില്ല. ഇനി പുഷ്പം കിട്ടിയ വെളുത്ത പുഷ്പം എടുത്തോളൂ, പക്ഷെ വെളുത്ത പുഷ്പം വേണമെന്ന് പറഞ്ഞിട്ടില്ല, ഇതിൽ പറഞ്ഞിട്ടില്ല. ചെറുവിളയ്ക്കാണ്ട് മാത്രമേ പ്രാധാന്യമുള്ളൂ. അത് കിട്ടിയില്ലെങ്കിൽ തുളസി എടുക്കാന്ന് മാത്രമേ ഉള്ളൂ. ചെറുളയുടെ ഇലയുണ്ട്, പിന്നെ വെളുത്തിട്ടൊരു പൂവുണ്ടല്ലോ, രണ്ടും എടുക്കാം. ചെറുളയുടെ ബലി പുഷ്പം എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ തുളസിയിലും ചെറുളയിലും പുഷ്പമാണെന്ന് പറയുന്ന ഇല തന്നെയാണ്. കറുകയിൽ 3 വസ്തുക്കളില് പുഷ്പം എന്ന് പറയുന്ന തുളസി ഇലയാണ് ഉപയോഗിക്കുക, ചെറുള ഇലയാണ് ഉപയോഗിക്കുക. കറുക പുഷ്പമേ അല്ല, പക്ഷെ പുഷ്പത്തിന് കൂടെ പെടുത്തിയത്. ഈ 3 വസ്തുക്കൾ 3 ഔഷധവിലുള്ള വസ്തുക്കളാണ്. ഏറ്റവും രസമാണ്, ഇത് പുഷ്പത്തിന് കൂടെയാണ്. ഇത് 3ഉം അതിന്റെ ഇലയാണ് ഉപയോഗിക്കാറ്. പിന്നെ കിട്ടുമ്പോൾ ഈ പുഷ്പം ഉണ്ടാവുന്ന സമയത്ത് ഒന്നിച്ചാണ് ഇത് കിട്ടുക. അതുകൊണ്ട് ഇലയും പൂവും കൂടി എടുക്കാറുണ്ട്.
പുഷ്പം മാത്രം എടുക്കുന്ന സമ്പ്രദായമില്ല. പുഷ്പം എന്ന് പറയുമ്പോൾ തുളസിയുടെ പുഷ്പം എന്ന് പറയും, പക്ഷെ തുളസി അരിയാണ്. ഇതുപോലെ വെളിയിടൽ കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കണം എന്ന് നിർബന്ധമുണ്ടോ? അത് കഴിക്കുന്ന നല്ലതാണല്ലോ, രസിക്കുമല്ലോ, കുറേ നേരം കഴിക്കാൻ. അത് ഒരു മാനുഷിക ആവശ്യമാണ്. അതിനപ്പുറം ശരി, നിർബന്ധമില്ല. പക്ഷെ ഈ ഏകോദശ ശ്രാദ്ധത്തിന് ബലി ശേഷം കഴിക്കണം നിയമമുണ്ട്. ആ ബലി കൊടുത്ത കുറച്ച് ബാക്കി വയ്ക്കുക, അത് കഴിക്കണം. ഏകദേശം ഇതിവിടെ പറഞ്ഞിട്ടുണ്ട്. വിശ്വട്ട നമസ്കാരം. അതായത് നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ചിട്ട് 1 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബലികർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ വാവ് വന്നാൽ ബലിയിടാൻ പാടില്ല. ബലിയിടാം. അതുപോലെ തന്നെ പുലയിലുള്ളപ്പോൾ, ഏതെങ്കിലും അകന്ന ബന്ധുവിറ്റ് പുലയുള്ളപ്പോൾ ഈ വാവ് ബലിയിടാൻ പാടില്ല. ചെയ്യാൻ പാടില്ല. പുല ഉണ്ടെങ്കിൽ പുല കഴിഞ്ഞിട്ടേ ചെയ്യാൻ പാടില്ല. പുലയോ ആ തരത്തിലുള്ള ആശൗചങ്ങളോ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. മറ്റേ 1 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ കുഴപ്പമില്ല, പുലയുള്ളപ്പോൾ ചെയ്യാൻ പാടില്ല. മരിച്ചു കഴിഞ്ഞിട്ട് മരിച്ച വ്യക്തിക്ക് വേണ്ടിയിട്ട് 16 മാസബലിയും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആണ്ടുബലിയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ നമുക്ക് പ്രതിവിധിയൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റാതെ ശരിക്കും വേണ്ടത് അതിന് വലിയൊരു ക്രിയ പറഞ്ഞത്, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ട്. നാരായണ ബലിയാണ് ചെയ്യേണ്ടത്, പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാണ്. അത് ചെയ്യേണ്ട ആണ്ടുബലി ഇടും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ത്രംബകേശ്വരം ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ പിതൃക്കൾക്കൊരു ബലിയുണ്ട്. ത്രംബകേശ്വരത്തിൽ മാത്രമേ ഉള്ളൂ. നാസിക്കിൽ മഹാരാഷ്ട്രയിൽ അവിടെ പോയി നാരായണ ബലി ചെയ്താൽ ഈ പിതൃദോഷം മുഴുവൻ തീരും. വിശ്വട്ട മരിച്ച് 16 ദിവസം ബലി തർപ്പണം ചെയ്ത് ആത്മാവിന് മോക്ഷപ്രാപ്തി കൊടുത്താൽ ആത്മാവിന് പിന്നീട് വർഷത്തിൽ ബലിയിടുന്നത് ശരിയാണോ? ഞാൻ പറഞ്ഞല്ലോ, പിതൃബലി മനസ്സിലായല്ലോ. ഒന്ന്, മരിച്ചു പോയവർക്ക് മോക്ഷം കൊടുക്കാൻ നമുക്ക് പറ്റില്ല. തൻ്റെ ഉള്ളിലുള്ള പരമ്പരയുടെ അംശമാണ് പിതൃക്കൾ എന്ന് പറയുന്നത്, അതുകൊണ്ട് ചെയ്യേണ്ട ആവശ്യം. പിന്നെ ദശാഹബലിയും അവിടെ മോക്ഷപ്രാപ്തി എന്ന ചടങ്ങ് അവിടെ ഇല്ല സത്യത്തിൽ. കാരണം ദശാഹബലി ജീവിച്ചിരുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അത് സബന്ധീകരണം എന്ന് പറയുന്നത് പിന്നീട് വരുന്ന കുറേ കാലത്തേക്ക്, ഒരു 365 ദിവസത്തേക്കുള്ള ബലിയാണ് സബന്ധീകരണം എന്ന് പറയുന്നത്. അവിടെ മോക്ഷം എന്ന് പറയുന്ന ചടങ്ങ് അവിടെ ഇല്ല കേട്ടല്ലോ. അതുകൊണ്ട് മോക്ഷം കിട്ടി. കാരണം അങ്ങനെ മോക്ഷം കിട്ടുന്ന ആർക്കാണ്? തനിക്ക് മോക്ഷം കിട്ടാൻ ഉറപ്പാണല്ലോ, എന്നിട്ട് താൻ ജീവിച്ചിരിക്കുന്നു. മരിച്ചവർക്ക് മോക്ഷം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല. അപ്പം ഇങ്ങനെ നടക്കുക. അതുകൊണ്ട് സബന്ധീകരണം ചെയ്യുന്ന ധർമ്മമാണ്. കാരണങ്ങൾ വേറെയുണ്ട്. ദശാഹബലിക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടല്ലോ. അത് ആ കാര്യം എടുക്കുമ്പോൾ നമ്മൾ സംസ്കാരക്രിയ കാര്യം അത് വിശദമായി ആ സബന്ധീകരണമൊക്കെ എടുക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ ആ സമയത്ത് അത് വിശദമായിട്ട് വിശദീകരിക്കാം കേട്ടോ. ഏതായാലും അത് കഴിഞ്ഞാലാണ് ഈ ശ്രാദ്ധം നിർബന്ധമാണ്. അത് കഴിഞ്ഞ് വാർഷിക ഏകോദശ ശ്രാദ്ധം പറയുന്നുണ്ടല്ലോ, നിർബന്ധമായിട്ട് വേണം. എല്ലാ ചടങ്ങുകളിലെ പുസ്തകങ്ങളിലും പറയുന്നുണ്ട്. ശരി. ബലി വെക്കുമ്പോൾ ഒസ്തിരിക്കന്റെ അച്ഛന്റെ പിണ്ടം വേലി കഴിച്ചു വിട്ട പെണ്ണുങ്ങൾ ചെയ്യേണ്ടതുണ്ടോ? അച്ഛൻ്റെ അംശം അവരുടെ ഉള്ളിലുണ്ടല്ലോ, അതുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമാണ്. പിതൃ പരമ്പരയുടെ അംശം തൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് പിതാവിന് ചെയ്യുന്നത് നല്ലതാണ്. പണ്ട് കാലത്ത് സാമൂഹ്യ ക്രമത്തിൽ ദായക്രമത്തിനകത്ത് ചില സൗകര്യങ്ങൾ സ്ത്രീകൾക്ക് ഒരു അവഗണനയും വന്നു, അതൊക്കെ പോയത് ചെയ്യണം, നിർബന്ധമാണ്. വിശ്വട്ട ഒരിക്കൽ എന്നതിന്റെ പ്രത്യേകത എന്താണ്? ഒരിക്കൽ എന്ന് പറഞ്ഞാൽ അതൊരു വ്രതമാണ്. വ്രതം കൊണ്ട് ശ്രദ്ധ കിട്ടും, മനസ്സിലായല്ലോ. വ്രതം കൊണ്ട് നമുക്ക് ശ്രദ്ധ കിട്ടും. വ്രതേന ദീക്ഷാമാപ്നോതി. വ്രതം കൊണ്ട് ദീക്ഷ ശ്രദ്ധയാണ്, ശ്രദ്ധയാണ്. ശ്രദ്ധ കിട്ടാൻ വ്രതം നല്ലതാണ്. അതുകൊണ്ട് ഒരു പ്രാവശ്യം ഊണ് കഴിക്കാതിരിക്കുന്നത് ഒരു ശ്രദ്ധ കിട്ടാൻ, അങ്ങനെ ശ്രദ്ധാപൂർവ്വം ചെയ്യേണ്ടതാണ് ശ്രാദ്ധം. അതുകൊണ്ട് വ്രതേന ദീക്ഷാമാപ്നോതി എന്നൊരു നിയമമുണ്ട്. വ്രതം കൊണ്ട് ദീക്ഷിച്ച ശ്രദ്ധ കിട്ടും. അങ്ങനെയില്ല, ദീക്ഷ എന്ന ശ്രദ്ധാന്നർത്ഥം. അമ്പലത്തില് പോയാല് കുളിച്ച് തോർത്താതെ തണുത്ത് കുറച്ചാണ് ഈ ബലിയിടുന്നത്. അത് അവിടെ അങ്ങനെ സമ്പ്രദായം ചെയ്തതാണ്. പക്ഷെ അങ്ങനെ നിയമമൊന്നും എവിടെയില്ല. തോർത്താതിരിക്കണം, സുഖരൂപിക്കണം എവിടെയും പറഞ്ഞില്ല. അത് അവിടുത്തെ അനുഷ്ഠിപ്പിക്കുന്നവരെ ചില പ്രായോഗികത ഇല്ലാത്തതുകൊണ്ടാണ്, പ്രായോഗിക ബുദ്ധിമുട്ടാണ്. തെറ്റാന്ന് പറഞ്ഞാൽ പ്രായോഗിക ബുദ്ധി ഇത് ആവശ്യമാണല്ലോ, അതില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ യുക്തി അനുസരിച്ച് യുക്തി കഴിഞ്ഞ് ഉപയോഗിക്കും കേട്ടല്ലോ, തലക്ക് തോർത്തി വെക്കും. വിഷയുടെ പിണ്ടം കാക്കയ്ക്ക് കൊടുത്ത ശേഷം 21 ദർഭ എന്ത് ചെയ്യണം?
അത് കളയാൻ പറഞ്ഞു. അത് ഇതെല്ലാം അടക്കം കൊണ്ട് കളയാം, എല്ലാം വാരിയെടുത്ത് കൊണ്ട് കളയാൻ പറഞ്ഞു. അത് പിന്നെ നശിപ്പിച്ച് പോയാൽ മതി, നശിപ്പിച്ചോ കേട്ടോ. ഓക്കെ. ബലിയിട്ട് കഴിഞ്ഞാൽ ക്ഷേത്രപ്രവേശത്തിന് വീണ്ടും കുളിക്കണോ? അത് വേണം, നിർബന്ധമായിട്ടുണ്ട്. പിതൃശ്രാദ്ധ ഇപ്പോൾ സാധാരണ പിതൃശ്രാദ്ധ കഴിഞ്ഞ് ആചമിച്ച് കുളിച്ച് അമ്പലത്തിൽ പോയി വീണ്ടും കുളിക്കണം, നിർബന്ധം. അന്ന് പോണെങ്കിൽ കേട്ടോ. ഒരാൾ മാത്രം ആവാഹിച്ചാൽ മതി പോരെ? തൻ്റെ ഉള്ളിൽ നിന്നാണ് ആവാഹിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവർക്ക് അച്ഛനെയും മകനെയും ചൈതന്യം വ്യത്യസ്തമല്ലേ? ആ ഉത്തരം നോക്കാം കേട്ടോ. ക്ഷേത്രത്തിൽ ബലിയിട്ട് ക്ഷേത്രക്കുളത്തിൽ പിണ്ടം സമർപ്പിക്കാമോ? അത് ആ അമ്പല കമ്മിറ്റിയോട് ചോദിക്കണം. അമ്പല കമ്മിറ്റി അവിടെ മത്സ്യകന്യ അവിടെ കൊടുത്തു, അമ്പല കമ്മിറ്റി തീരുമാനിക്കേണ്ട കാര്യം. ശരി. പൂണൂൽ ക്രിയയ്ക്ക് ശേഷം മാറ്റണോ? അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല കേരളത്തിൽ. കേരളം അങ്ങനെ ചെയ്യാറില്ല. മറ്റു സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്യാറുണ്ട്, പക്ഷെ കേരളം അങ്ങനെ ചെയ്യാറില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. പൂച്ച മുതലായവ കഴിച്ചാൽ ദോഷമാണോ? ആകെ ശരിഞ്ഞു വിടുന്നില്ല. പക്ഷെ പ്രശ്നം പൂച്ച നമ്മൾ ഒരു നല്ല ജീവിയോട് കരുതിയിട്ടില്ല എന്ന കാരണം. പൂച്ചയെ പറ്റിയൊക്കെ നമ്മളൊരു നല്ല മൃഗമായിട്ട് കരുതിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് തൃപ്തി ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്താണോ തൃപ്തി അത് ചെയ്യാം. നമ്മുടെ തൃപ്തിയാണ് പ്രാധാന്യം. തൃപ്തി എന്താണോ ചെയ്യും. ചേട്ടാ, ഒരിക്കലൂണ് എന്നത് ഒരു നേരം മാത്രമാണോ അതോ അതെ. ഒരു നേരം അരിയാഹാരം കഴിക്കുന്നതാണോ? രസം ശരിക്കും പറഞ്ഞാൽ ഒരു നേരം മാത്രം ആഹാരം കഴിക്കുകയും, ഇപ്പോൾ അരി കഴിക്കാത്തവരോ എന്നൊരു പ്രശ്നമുണ്ടോ? അപ്പോൾ ഒരു നേരം നന്നായിട്ട് വയറിന് ആഹാരം കഴിക്കുക, പിന്നെ ലഘുവായിട്ട് ഭക്ഷണം കഴിക്കുക. അതാണ് ഒരിക്കലും ഉദ്ദേശിച്ചത്. വെള്ളം കുടിക്കുകയോ ആരോഗ്യം അനുസരിച്ചിട്ട് അതുപോലെ അനുഷ്ഠിക്കാം. ശ്രദ്ധ വേണം. ശ്രദ്ധ ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു വ്രതം അനുഷ്ഠിക്കണം എന്നാണ് നിയമം. അത്രേ. ചേട്ടാ, ബലിതർപ്പണത്തിൽ വസ്ത്രധാരണ രീതിക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? വസ്ത്രം ധരിക്കണം മാത്രമേ ഉള്ളൂ. നമസ്തേ ഗുരുനാഥ. ഇത് തന്നെ വസ്ത്രധാരണത്തിനെ പറ്റിയാണ് പറഞ്ഞത്. അതില് ശുഭ്രവസ്ത്രങ്ങൾ ആകണമെന്ന് ചിലർ നിർബന്ധിക്കുന്നുണ്ട്. ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പം കറുപ്പും അങ്ങനെയൊക്കെയുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കും. ശരിയല്ല. കാരണം ഒന്നെന്താ വെച്ചാൽ കറുപ്പ് വസ്ത്രം സാധാരണ ധരിക്കുന്നത് വ്രതം എടുക്കുമ്പോഴാണ്, ഈ ശബരിമലയ്ക്ക് വ്രതം എടുക്കുമ്പോഴാണ്. പിന്നെ കാവി വസ്ത്രം ഗൃഹസ്ഥന് പറ്റിയതല്ല. ഗൃഹസ്ഥൻ ധരിക്കേണ്ടത് ശുഭ്രവസ്ത്രമാണ്. അതുപോലെ തന്നെ ഗുരുജി, പിന്നെ നമ്മളിപ്പോ അമ്പലമായിട്ട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ബലിയിടുമ്പോൾ ബലി ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ കുളിക്കാനുള്ള സൗകര്യങ്ങൾ കാണത്തില്ല. അപ്പൊ പിന്നെ പോയിട്ട് വീണ്ടും അമ്പലത്തിൽ ക്ഷേത്ര ദർശനം അത് നല്ലതാണോ? അത് നിർബന്ധം പറഞ്ഞിട്ടൊന്നുമില്ല. പിതൃക്രിയ കഴിഞ്ഞാൽ ക്ഷേത്ര ദർശനം നിർബന്ധമേ അല്ല കേട്ടല്ലോ. അല്ല, ചില നമ്മുടെ അമൃതാനന്ദമയി മഠത്തിൽ അവരുടെ അമ്പലങ്ങളിലൊക്കെ ഇപ്പം പ്രതിബലി നടത്താറുണ്ട്. അന്നേരം അവിടെ കർമ്മം ചെയ്തിട്ട് അമ്പലത്തിന്റെ കോമ്പൗണ്ടിൽ തന്നെ ആയിരിക്കും, അവിടെ എവിടെയെങ്കിലും ചെയ്തിട്ട് വീണ്ടും വന്ന അമ്പലത്തിൽ നമ്മൾ തൊഴുന്നുകൊണ്ട്. തെറ്റൊന്നുമില്ല. ഉള്ളിൽ പോകണമെങ്കിൽ കുളിക്കണം മാത്രം, പുറത്തൊന്നും തൊഴുത്ത് പോയാ. ഉള്ളിൽ തന്നെ ആയിരിക്കും. അന്നേരം അതുകൊണ്ടാണ് എനിക്കൊരു സംശയം തോന്നിയത്. അല്ല, അത് അവിടെ പ്രത്യേക സാഹചര്യത്തിലുള്ള വിഷയമാണല്ലോ. അവിടെ തന്നെ ബ്രഹ്മചാരിയോട് ചോദിക്കും കേട്ടോ. ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. അല്ല, അത് ഞാൻ പറയില്ല. കാരണം അവരുടെ സമ്പ്രദായം അതാണെങ്കിൽ. അല്ല, അവിടുത്തെ അല്ല, നമ്മൾ പൊതുവെ നമ്മുടെ ജനറലായിട്ട് പോകണം, നമ്മൾ വെളിയിൽ നിന്നുകൊണ്ട് തൊഴുന്നതാണ് നല്ലത്. തൊഴുത് പോയാൽ അല്ലെങ്കിൽ കുളിച്ചിട്ട് കൊണ്ടുപോകും. എല്ലാവർക്കും നമസ്കാരം. പിതൃക്രിയ വേണ്ടവർ ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.